നീ വന്നതിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു ഐശ്വര്യവുമില്ല എന്ന് പറഞ്ഞൊരു വാക്ക് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയി വന്നു. അത് 200 പവൻ സ്വർണം കൊടുത്ത്, അതായത് സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിച്ച പെൺകുട്ടി കേൾക്കേണ്ടി വന്ന ഒരു വാക്കാണ്. സുന്ദരി പെൺകുട്ടി, നാടൻ തനിമയുള്ള, കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി. ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾ മാത്രമല്ല, ഏതൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന സൗന്ദര്യമുള്ള ഗ്രീമ എന്ന പെൺകുട്ടി. എന്നാൽ ഇപ്പോൾ ആ പെൺകുട്ടി ജീവനോടെയില്ല. അതാണ് ഏറ്റവും വലിയ ദുരന്തം. അതാണ് ഇന്ന് കേരളക്കര ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം. എത്രയൊക്കെ ചെയ്താലും എത്രയൊക്കെ കേട്ടാലും പഠിക്കാത്തൊരു കാര്യമാണ് സ്ത്രീധനം കൊടുക്കുക അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങുക എന്നത്. 200 പവൻ കൊടുത്ത് ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചയച്ചു എന്ന് പറയുന്നതിൽ അഭിമാനവും, 200 പവൻ കൊടുത്ത് എൻ്റെ മകൻ ഒരു പെണ്ണിനെ കെട്ടി വീട്ടിൽ കൊണ്ടുവന്നു എന്ന് ആൺവീട്ടുകാർ പറയുന്നൊരു അഭിമാനവും ഒക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. സ്വർണം കൊടുക്കാതെ വിവാഹം കഴിക്കുന്ന എത്രയോ പേർ ഇന്ന് സമാധാനമായി ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കാം. പക്ഷേ സ്ത്രീധന പീഡനം എന്നത് ഏറ്റവും മോശക്കാരമായും തന്നെ പല ആണ്ടുകളായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മ സജിതയും മകൾ ഗ്രീമയും സൈനൈഡ് കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ്റെ ക്രൂരമായ മാനസിക പീഡനത്തിൻ്റെ ഞെട്ടിക്കുന്ന കഥകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. 6 വർഷം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും തനിക്ക് PhD കിട്ടാത്തത് തൻ്റെ ഭാര്യയുടെ ഐശ്വര്യക്കേടാണ് എന്ന് പറഞ്ഞ് തനിക്ക് കഴിവില്ലാത്തത് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുവയ്ക്കുന്ന ആളുകളുടെ ഒരു സൈക്കോ സ്വഭാവം തന്നെയാണ് പ്രതി കാണിച്ചിരുന്നത്. ഭാര്യ ഗ്രീമയുടെ ഐശ്വര്യക്കുറവ് കൊണ്ടാണെന്ന് ഇയാൾ നിരന്തരം കുറ്റപ്പെടുത്തുന്നത് ഗ്രീമ കേട്ടുകൊണ്ടിരുന്നു. എന്തൊക്കെയായാലും ആ കുട്ടിയുടെ ഉള്ളിൽ തന്നെ തോന്നലുണ്ടാകും, ഒരു പക്ഷേ താൻ വന്നു കയറിയതിനു ശേഷമായിരിക്കോ തൻ്റെ ഭർത്താവിന് അത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഐശ്വര്യം കിട്ടാത്തത് എന്ന് വരെ ആ കുട്ടിയെ കൊണ്ട് ചിന്തിപ്പിച്ചു എന്ന് വേണം പറയാൻ. ശരിക്കും പറഞ്ഞാൽ ഇയാൾ നിരന്തരം കുറ്റപ്പെടുത്തുന്നത് ഗ്രീമയും ഗ്രീമയുടെ വീട്ടുകാരും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അപമാനഭാരവും അവഗണനയുമാണ് 2 ജീവനുകൾ കവർന്നതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അയർലൻഡിൽ PhD വിദ്യാർത്ഥിയായ ഉണ്ണികൃഷ്ണൻ വിവാഹം കഴിഞ്ഞ് വെറും 25 ദിവസം മാത്രമാണ് ഗ്രീമയ്ക്കൊപ്പം താമസിച്ചത്. തുടർന്ന് ഐശ്വര്യമില്ല എന്ന വിചിത്രമായ കാരണത്താൽ അവളെ ഉപേക്ഷിച്ചു. അടുത്തിടെ ഒരു ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത നാട്ടിലെത്തിയ ഇയാൾ അവിടെ വെച്ചും പരസ്യമായി ഗ്രീമയെ അമ്മയും അധിക്ഷേപിച്ചു. തിരികെ പോകാൻ ഒരുങ്ങിയ ഉണ്ണികൃഷ്ണനോട് യാത്ര പറയാൻ ചെന്ന ഗ്രീമയെ ബന്ധുക്കളുടെ മുൻപിൽ വെച്ച് ഇയാൾ അകറ്റി. നീ ആരാണ്? നിന്നെ എനിക്ക് വേണ്ട എന്ന് ഉണ്ണികൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് അമ്മ സജിത് തളർന്നു വീണു. ഈ വാക്കുകൾ നൽകിയ മുറിവോടെ മരണത്തിലേക്ക് ഇരുവരും നയിച്ചെന്നാണ് ബന്ധുക്കളുടെ മൊഴി. ഗ്രീമയെ വിവാഹം കഴിച്ചു നൽകുമ്പോൾ 200 പവനിലധികം സ്വർണവും വസ്തുവും വീടും നൽകിയിരുന്നു. ഇതൊന്നും പക്ഷേ ഉണ്ണികൃഷ്ണൻ എടുത്തിട്ടില്ല. 25 ദിവസം മാത്രം കൂടെ താമസിച്ച മകളെ ഉപേക്ഷിച്ചതിലെ അപമാനം താങ്ങാനാവില്ല എന്ന് സജിത ബന്ധുക്കൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഭർത്താവ് രാജീവ് 1 മാസം മുൻപ് ഹൃദയാഘാതം മൂലം മരിച്ചതിന് സങ്കടം മാറും മുൻപെയാണ് ഉണ്ണികൃഷ്ണൻ്റെ പീഡനം ഈ കുടുംബത്തെ തകർത്തത്. അമ്മയും മകളും ജീവനൊടുക്കാൻ ഉപയോഗിച്ച സൈനൈഡ് എവിടെ നിന്ന് ലഭിച്ചു എന്നതിൽ തുടക്കം മുതൽ ദുരൂഹതയുണ്ടായിരുന്നു. എന്നാൽ ഗ്രീമയുടെ പിതാവ് രാജീവ് കൃഷി വകുപ്പിൽ ജോലി ചെയ്തിരുന്നയാളാണ്. ആ വീട്ടിൽ അതിനെ സൂക്ഷിച്ചിരുന്നു. സൈനൈഡ് അടക്കമുള്ള കെമിക്കലുകൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നതും അവിടെ സ്വാഭാവികമായിരുന്നുവെന്ന് പറയുന്നു. അച്ഛൻ കൊണ്ടുവച്ച വിഷം തന്നെയാണ് ഇരുവരും കഴിച്ചതെന്ന് ബന്ധുക്കളും കൂടുതൽ വ്യക്തമാക്കുകയും ഇക്കാര്യത്തിൽ ചുരുളഴിക്കുകയും ചെയ്തു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.